ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടപ്പുട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ പാനിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുള്ള തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഒരു മുറി തേങ്ങയുടെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. ഒരു മുറി തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുള്ളൂ ഞാൻ. ഇനി അതിലേക്ക് നമുക്ക് നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ പുട്ടിൻ്റെ പൊടി, അതായത് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്, ഞാൻ 2 ഗ്ലാസ് പുട്ടുപൊടിക്ക് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഒരു കാര്യം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. നമുക്കിതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനതിൽ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഞാനിതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ആവിപ്പാത്രത്തിലല്ല ഉണ്ടാക്കുന്നത്, പുട്ടുകുറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ ആദ്യം കുറച്ച് തേങ്ങ ഇട്ടു, എന്നിട്ട് നമുക്കിത് ഈ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇടയിൽ ഇതുപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പുട്ടുകുറ്റിയിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്